ഹായ് ഹലോ ഏഞ്ചൽ വോയിസിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. എന്ത് ആഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു നോസ്. നമുക്ക് നോക്കാം, ഈ ഒരു പുതിയ മാസം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമോ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുമോ എന്നുള്ളതാണ്. ഓക്കെ, ആദ്യം നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ എന്നുള്ളത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണോസ്. എൻ്റെ വ്യൂസിന് വേണ്ടിയിട്ട് വ്യൂസിൻ്റെ പേഴ്സൺ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരുമോ? താങ്ക് യു നോസ്. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് 3 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ഇവിടെ 10 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് മിസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവർക്ക് ഉണ്ട്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 2, 20, 3, 10, 1, 13, 4, 9, 8. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന നമ്പർ. അപ്പോൾ ഈ നമ്പറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്തോ നിങ്ങളുടെ മന്തോ ഓക്കെ നിങ്ങളുടെ റിലേഷനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജനന മാസമോ ഇതിൽ റെസനേറ്റ് ആകുന്നതെന്ന് നോക്കുക. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 2 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നത്? എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത്? ഓക്കെ, ഒരുപാട് നാളായിട്ട് ബേർഡൻ ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങളുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് നിങ്ങളെ ഒരു അന്യരാക്കി മാറ്റിയിരുന്നിട്ട് അവരുടെ കാര്യങ്ങളിലേക്കൊന്നും നിങ്ങൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത വണ്ണം നിങ്ങളെ ബൗണ്ടറി സെറ്റ് ചെയ്ത് നിർത്തിയിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, തീരുമാനം എന്തെടുക്കണമെന്നറിയാതെ 2 സിറ്റുവേഷനിൽ ജഗിൾ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ ഈ ഒരു ബൗണ്ടറി കടന്നു വരുവാൻ അവർ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. നൈറ്റ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഈ ബൗണ്ടറി ചാടിക്കടന്ന് നിങ്ങളിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നു. അവർ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കും, ഒരുപാട് വിഷമങ്ങൾ അവർ കാരണം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും. അതിലെല്ലാം അവർക്ക് ഒരു ഹീലിംഗ് നിങ്ങൾക്ക് നൽകണം, നിങ്ങൾക്കൊരു സമാധാനം നൽകണമെന്ന് അവർ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന നിമിഷങ്ങളെക്കുറിച്ച് അവർ ഓർക്കുന്നു, പഴയ കാര്യങ്ങളെക്കുറിച്ച് അവർ കൂടുതലായി ഓർക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് ഒരുപാട് സമാധാനവും സന്തോഷവും ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ വീണ്ടും ഓർക്കുന്നു, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കണമെന്ന് അവർ ചിന്തിക്കുന്നു. അപ്പം മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ ബൗണ്ടറികൾ അവർ മാറ്റുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇതുവരെയും ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ചില വ്യക്തികളുടെ ജീവിതത്തിൽ ബ്ലോക്കുകൾ മാറുന്നു എന്നുള്ളതാണ്. നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റിലേക്ക് വരുന്നു, നിങ്ങളുമായിട്ട് സമാധാനപരമായിട്ടുള്ള ചില സംസാരങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് മാറ്റങ്ങൾ ഫെബ്രുവരിയിൽ വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ 3 ഓഫ് കപ്പിൻ്റെ എനർജി വരുന്നു. നിങ്ങൾ ഒരുമിച്ച് ഏതെങ്കിലും സ്ഥലങ്ങളിൽ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ, ചില വിനോദയാത്രകൾക്കും മറ്റും പാർട്ടികൾക്കും മറ്റും പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ചുള്ള വീഡിയോസോ മറ്റോ അവരുടെ കണ്ണുകളിൽ പെടുന്ന സമയത്ത് നിങ്ങളോട് ബോധങ്ങൾ തോന്നുന്നു, നിങ്ങളെ വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാകുന്നു. ചില തേർഡ് പാർട്ടി സിറ്റുവേഷനുമായി ബന്ധപ്പെടുത്തി നിങ്ങളെ ഒരുപാട് അവർ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനും അവർ ഒരു മാപ്പ് ചോദിക്കുന്നു, അവർക്കൊരു കുറ്റബോധം തോന്നുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വരുന്നത്. ഇവിടെ 7 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. ഒന്നിലധികം ഓപ്ഷനുകളുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. അതുകൊണ്ട് തന്നെ ഒരുപാട് വ്യക്തികളിൽ ഏത് ചൂസ് ചെയ്യണമെന്നറിയാതെ തേർഡ് പാർട്ടിയിലേക്ക് കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. ഒരുപാട് അടിച്ചുപൊളിയും സന്തോഷവും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. സ്പിരിച്വലായിട്ട് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ചില കാർമികമായിട്ടുള്ള സംഭവങ്ങൾ ലൈഫിൽ നിന്നും ലഭിച്ചു. കർമ്മ ലഭിച്ചതിന് ശേഷം നിങ്ങളിലേക്ക് അവർ ശ്രദ്ധിക്കപ്പെടുന്നു. നിങ്ങളുടെ പ്രാർത്ഥന കാരണം, നിങ്ങളുടെ യൂണിവേഴ്സുമായിട്ടുള്ള ഒരു അട്രാക്ഷൻ കാരണം, നിങ്ങളുടെ ഓറ പവറിൽ ശക്തി കൂടിയിരിക്കുന്നത് കാരണം നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ അട്രാക്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നു. ജഡ്ജ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന യൂണിവേഴ്സിലേക്ക് എത്തിയിരിക്കുന്നു. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ ചില റിലേഷൻഷിപ്പ് പൂർണ്ണമായും ബ്രേക്കപ്പ് ആയി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നു. ഓക്കെ, നിങ്ങൾ ഒരുപക്ഷെ ബന്ധം വരെ വേർപിരിഞ്ഞ വ്യക്തികളായിരിക്കാം ഈ ഒരു വീഡിയോ കാണുന്നത്. എന്നാൽ നിങ്ങളിലേക്ക് വീണ്ടും നിങ്ങളുടെ പേഴ്സൺ അട്രാക്റ്റ് ആകുന്നു എന്നുള്ളതാണ്. ബന്ധം പിരിഞ്ഞു ഡിവോഴ്സ് വരെ സംഭവിച്ചിട്ടുള്ള ചില വ്യക്തികൾ ഇത് കാണുന്നുണ്ടായിരിക്കാം. എന്നിട്ട് പോലും അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വന്നു ചേരുന്നു എന്നുള്ളതാണ്. ഓക്കെ, വീണ്ടും ഒരു കമ്മിറ്റ്മെൻറ്റ് തരണമെന്നും നിങ്ങളുമായിട്ട് വീണ്ടും സന്തോഷത്തോടെ മുന്നോട്ട് പോകണമെന്നും അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു ദിവസത്തെക്കുറിച്ച് നിങ്ങൾക്ക് തന്ന വാഗ്ദാനങ്ങളെക്കുറിച്ചും എല്ലാം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം ഓർക്കുന്നു. പക്ഷേ നിങ്ങളിലേക്ക് കടന്നു വരിക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. എങ്കിൽ പോലും നിങ്ങളിലേക്ക് കടന്നു വരാൻ അവർ തീരുമാനിക്കുന്നു, നിങ്ങളെ സ്പൈ ചെയ്യുന്നതായി കാണുന്നു. ഓക്കെ, അവർക്ക് ഉറക്കമില്ല, അവർ ഒരുപാട് ഡിപ്രഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. കാരണം ഒന്നിലധികം പേര് അവരുടെ മൈൻഡിനെ
മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോയതായി കാണുന്നു. അവരുടേതായിട്ടുള്ള തീരുമാനത്തിലല്ല, മറ്റു ചില വ്യക്തികളുടെ ഇടപെടൽ കാരണമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർ ചില തീരുമാനങ്ങൾ എടുത്തത്. എന്നാൽ അത് അവരുടെ മാനസികാവസ്ഥയെ ഒരുപാട് തകർത്തിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, ഒരുപക്ഷെ ഡിവോഴ്സ് ആയതോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും വിട്ടുപോയതോ നിങ്ങളെ വേദനിപ്പിച്ചതോ മറ്റു ചില വ്യക്തികളുടെ ഉപദേശങ്ങൾ അവർ പിന്നും പിന്നും ചിന്തിക്കാതെ പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ചതിക്കുമെന്നും അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിക്കാൻ പാടില്ല എന്നും തേർഡ് പാർട്ടി അവർക്ക് ഉപദേശം കൊടുത്തിരുന്നത്. അവരതുപോലെ വിശ്വസിച്ചു. ആ ഒരു സമയത്ത് നിങ്ങളുടെ പ്രണയത്തിന് പകരം നിങ്ങൾ ചെയ്യുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ നഷ്ടമായിരിക്കുന്നു. അത് ഓർത്ത് ഇപ്പോഴും നിങ്ങൾ അവർക്ക് വേണ്ടി സ്നേഹിക്കുന്നു, അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നിങ്ങളുടെ ഇപ്പോഴുള്ള ആ ഒരു സ്വഭാവവും കാര്യങ്ങളും അവർ വീക്ഷിക്കുന്നു. കാരണം സ്പൈ ചെയ്യുന്ന ഒരു എനർജി ഇവിടെ വന്നിരുന്നു. ഓക്കെ, നിങ്ങളെ സ്പൈ ചെയ്ത് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ പേഴ്സണ് മനസ്സിലായി നിങ്ങൾ മറ്റ് തേർഡ് പാർട്ടി പറഞ്ഞതുപോലെ ഒരു വ്യക്തി അല്ല, ചെയ്തത് വളരെ തെറ്റായി പോയി എന്ന് അവർ മനസ്സിലാക്കുന്നു. ഓക്കെ, ഇവിടെ കിങ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ഭാഗ്യമാണ്, അവരുടെ ലക്ഷറി ആണെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവരിൽ ഒരുപാട് സാമ്പത്തികവും ജോലിയും അനുഗ്രഹങ്ങളും അവരിലേക്ക് കൂടുതൽ വ്യക്തികൾ അട്രാക്റ്റ് ആകുകയും ചെയ്തിരുന്നു. ആ ഒരു സമയം നിങ്ങളെ അവർ വേസ്റ്റായിട്ടാണ് എണ്ണിയിരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യമില്ല എന്ന്, അതിനേക്കാളും കൂടുതൽ നല്ല വ്യക്തികൾ അവരുടെ ലൈഫിലേക്ക് ഉണ്ട് എന്ന്, നിങ്ങളെക്കാളും വലിയതായിട്ടുള്ള ചില വ്യക്തികൾ അവരോടൊപ്പം കൂടി. കാരണം ആ ഒരു സമയത്ത് അവർക്ക് സാമ്പത്തിക ഗ്രോത്ത് ഉണ്ടായി, അവരിലേക്ക് സ്ട്രെങ്ത് വന്നു. അപ്പോൾ അവരുടെ സുഹൃത്തുക്കളെല്ലാം അവരിലേക്ക് അട്രാക്റ്റ് ആയി. കാരണം നിങ്ങളുടെ ഓറ പവർ കാരണമാണ് ഈ ഒരു അട്രാക്ഷൻ അവരിലേക്ക് വന്നത്. കാരണം നിങ്ങളിലേക്ക് ആൾക്കാർ അട്രാക്റ്റ് ചെയ്തിരുന്നു. നിങ്ങളും അവരുമായിട്ട് കണക്ഷൻ ആയപ്പോൾ നിങ്ങളുടെ ഓറയുടെ ശക്തി അവരിലേക്ക് പോയതുകൊണ്ട് നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നത് പോലെ ആൾക്കാർ അവരെയും അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർക്ക് നിങ്ങളൊരു എക്സ്ട്രാ ആയി മാറി. അതുകൊണ്ട് തന്നെ നിങ്ങളെ അവർ ഉപേക്ഷിച്ച് അവരിലേക്ക് വന്ന ചില സുഹൃത്തുക്കളോടൊപ്പം അവർ ചേർന്നു. ഇപ്പോൾ നിങ്ങളുടെ ഓറ അവർക്ക് കൊടുക്കാത്തത് കൊണ്ട്, ആ ഒരു ശക്തി അവർക്ക് ഇല്ലാത്തത് കൊണ്ട് അവർ പൂർണ്ണമായും നെഗറ്റീവിലേക്ക് വീഴുകയും അവർക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെടുകയും ചെയ്തു. സുഹൃത്തുക്കൾ, പണം, ജോലി സർവ്വതും നഷ്ടപ്പെട്ടു. അവർ ഇപ്പോൾ ഡിപ്രഷൻ സ്റ്റേജിൽ കൂടി കടന്നു പോകുന്നത് കൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളെന്ന് പറയുന്നത് ഒരു ലക്കാണ്. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഭാഗ്യങ്ങൾ വന്നു ചേരുമെന്ന് അവർ മനസ്സിലാക്കി വളരെ വിഷമത്തിലാണ് നിൽക്കുന്നത്. ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ സാധിക്കുമോ എന്നവർ ചോദിക്കുന്നു. ഒരു ഗ്രോത്തിനായി അവർ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു സഡൻ ഗ്രോത്താണ് അവർ ആഗ്രഹിക്കുന്നത്. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് താമസിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് കടന്നു വരണമെന്ന് അവർ ചിന്തിക്കുന്നു. പക്ഷേ നിങ്ങളിലേക്ക് കടന്നു വരുന്നതിന് അവർ പലപ്പോഴും ശ്രമിക്കും. മാനസികമായി നിങ്ങളോട് സംസാരിക്കുവാനും കോൾ മെസ്സേജ് ചെയ്യുവാനും ശ്രമിക്കുമ്പോഴും അവർക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയാതെ അവർ ചെയ്തതായിട്ടുള്ള കർമ്മകൾ അവരെ താഴെ വീഴ്ത്തുന്നതായി കാണുന്നു. ഓക്കെ, അവരുടെ കർമ്മ അല്ലെങ്കിൽ നിങ്ങളെ ഒരു വേദനിപ്പിച്ചതായിട്ടുള്ള നിമിഷങ്ങൾ അവർ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നു. അവർക്ക് ലക്ഷ്യത്തിൽ ചെന്ന് ചേരാൻ പറ്റാതെ അവർ നിലത്ത് വീണു പോകുന്ന ഒരവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അവർ പലപ്പോഴും ശ്രമിക്കുമെങ്കിലും മാനസികമായി തകർന്ന് താഴെ വീഴുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഓവറോൾ എനർജി വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് വളരെ വളരെ കുറ്റബോധമാണ്. നിങ്ങളെ വേദനിപ്പിച്ചത് തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് കടന്നു ചെന്നതിനെല്ലാം അവർക്ക് വേദനയുണ്ട്. കാരണം ഇവിടെ നിങ്ങളെ നല്ല രീതിയിൽ ചതിക്കുകയായിരുന്നു. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സ്നേഹം നടിച്ച് നിങ്ങളെ അവരുടെ ലൈഫിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ട് അവർ കുറേ നാളായി പ്ലാനുകളിലൂടെ തന്നെയാണ് നിങ്ങളെ അവരുടെ ലൈഫിൽ നിന്ന് മാറ്റിയത്. പക്ഷേ ഇപ്പോൾ അവർക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്നും നിങ്ങളായിരുന്നു ബെറ്റർ എന്നും അവർക്ക് മനസ്സിലായി. പക്ഷേ വരാൻ കഴിയാത്തവണ്ണം ഹൃദയം വളരെ വേദനയിലാണ്. അവർക്ക് ഈഗോയുണ്ട്. ഓക്കെ, 3 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്. നിലവിളിക്കുകയാണ്. വീണ്ടും 3 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവരെന്തൊക്കെയോ തെറ്റുകൾ ചെയ്തു പോയി. ഇനി നിങ്ങളത് ആ തെറ്റുകൾ നിങ്ങൾക്ക് അറിയാൻ താനും. ഓക്കെ, ചില തെറ്റുകൾ നിങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇവിടെ ഡബിളാണ് വന്നിരിക്കുന്നത് സോഡ്. അപ്പോൾ അത്രത്തോളം നിങ്ങളിലേക്ക് വരാൻ കഴിയാത്തവണ്ണം അപമാനഭാരമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കും, അതിനുള്ള ഉത്തരം അവർക്കില്ല. എന്നാൽ അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, കുറ്റബോധമുണ്ട് എന്നുള്ളതാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ ഒരുപാട് വേദനിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. അവർ നല്ല രീതിയിൽ കർമ്മ അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ 10 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. 10 ഓഫ് സോഡിൻ്റെ എനർജി നിങ്ങളെ ചീറ്റ് ചെയ്തതാണ്. അതെല്ലാം ബാലൻസിങ്ങിൽ വരുമോ എന്നവർ പ്രതീക്ഷിക്കുന്നു, അവർ ചിന്തിക്കുന്നു അതെങ്ങനെ ബാലൻസിങ്ങിൽ കൊണ്ടുവരാം. ഓക്കെ, നിങ്ങൾ അവരെ ഉപേക്ഷിച്ച് പോയത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അതെല്ലാം ഒരു ബാലൻസിങ്ങിൽ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് അവർ ചിന്തിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ആക്ഷൻ അവിടെ സംഭവിക്കുമോ, അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ളതാണ്. ഇതിപ്പോൾ ഇത്രയും അവരുടെ മനസ്സിൽ നിങ്ങളെ പ്രതി ഉള്ള കാര്യങ്ങളാണ് ഈ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുമോ എന്ന് നോക്കാം. എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുമോ എന്ന് നോക്കാം. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് ആക്ഷനാണ് എടുക്കുന്നത്, ആക്ഷൻ എടുക്കുമോ ഇല്ലേ? സെലക്റ്റീവ് കാർഡാണ്. നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്യുക. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇങ്ങനെ ആക്ഷൻ എടുക്കുമോ എന്ന് നോക്കുക.
നിങ്ങളുടെ കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ആക്ഷന് വേണ്ടിയിട്ടുള്ള കാർഡ്, ഫസ്റ്റ് കാർഡ്, സെക്കൻഡ് കാർഡ്. ഓക്കെ, ആക്ഷൻ എടുക്കുന്നതാണ്. ഫസ്റ്റ് കാർഡുകാരുടെ അടുത്തോട്ട് നിങ്ങളുടെ പേഴ്സൺ ഉടൻ തന്നെ വരുന്നതാണ്. ആഴ്ചകൾ വ്യത്യാസത്തിൽ തന്നെ നിങ്ങൾക്ക് കോൾ മെസ്സേജ് വരുന്നതാണ്. ഓക്കെ, എപ്പോഴാണോ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു വീഡിയോ എത്തുന്നത്, ആ വീഡിയോ കണ്ടു തുടങ്ങുന്നത് മുതൽ നിങ്ങളുടെ ലൈഫിൽ 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരുന്നതാണ്. ഓക്കെ, ഇത് സ്റ്റാറിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്നു ചേരും. യൂണിവേഴ്സ് നിങ്ങൾ അഫർമേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരും. നിങ്ങൾക്ക് ഇതുവരെയും അവരെക്കുറിച്ച് എങ്ങനെ വരും എന്നുള്ളത് നിങ്ങൾക്ക് യാതൊരു പോസിബിളും കാണുന്നില്ല. ഓക്കെ, എങ്കിൽ പോലും യൂണിവേഴ്സ് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിലേക്ക് തന്നെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. ഓക്കെ, പ്രാർത്ഥനയോടുകൂടി വിശ്വാസത്തോടെ ഇരിക്കുന്ന വ്യക്തികൾക്ക് ഒരു 3 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാണ്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് ഇവിടെ 3 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. വളരെയധികം പെയിനാണ് വന്നിരിക്കുന്നത്. അവർക്ക് നിങ്ങളിലേക്ക് കടന്നു വരാൻ വയ്യാത്തവണ്ണം അവരുടെ ഹൃദയത്തെ തകർത്തിരിക്കുന്നു. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അത് എംബ്രറിൻ്റെ കാർഡാണ്. അവർക്ക് ഈഗോയുണ്ട്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിലേക്ക് വരാൻ, അവർ ചെയ്തത് തെറ്റാണെന്ന് അവർക്ക് അറിയാം. എങ്കിൽ പോലും അവർ ഈഗോയുടെ കാര്യത്തിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. നിങ്ങളോട് സ്നേഹമുണ്ട്, എല്ലാം ശരി തന്നെയാണ്. പക്ഷേ ആ ഒരു നിങ്ങളെ ഹൃദയം തകർത്ത് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കാരണം അവരുടെ ഹൃദയം തകർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈഗോ കാണിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം. നിങ്ങൾ ചിലപ്പോൾ മുറിവേൽപ്പിച്ചതുപോലെ തന്നെ, നിങ്ങളെ മുറിവേൽപ്പിച്ചതുപോലെ തന്നെ നിങ്ങളും അവരെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഈ ഒരു കാർഡ്സിലൂടെ പറയുന്നു. അതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ ഈഗോ അടിച്ച് നിൽക്കുകയാണ്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയുണ്ട്, സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടോ നിങ്ങളിൽ നിന്ന് വിട്ടുപോയി, അല്ലെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ അവരോട് കാണിച്ചു. അപ്പോൾ അതിൻ്റെ പേരിൽ അവർ വീണ്ടും വീണ്ടും ചിന്തിച്ച് അവർ ഈഗോ അടിച്ച് നിൽക്കുന്നത് കൊണ്ട് ഇപ്പോഴും ആക്ഷൻ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ലോങ് ടൈം ഫ്യൂച്ചറിൽ ഒരു ആക്ഷൻ എടുക്കുമോ എന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ലോങ് ടൈം ഫ്യൂച്ചറിൽ ഒരു ആക്ഷൻ എടുക്കുവാനുള്ള സാധ്യതയുണ്ടോ? യൂണിവേഴ്സിൻ്റെ അത് ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. ലോങ് ടൈം ഫ്യൂച്ചറിൽ ഒരു ആക്ഷൻ എടുക്കുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ലോങ് ടൈം ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വേണ്ടി എഫേർട്ട് ഇടുവാൻ അവർ തയ്യാറാകുന്നു എന്നുള്ളതാണ്. സ്റ്റാറിനെയാണ് കാണുന്നത്. എല്ലാ കാര്യങ്ങളും ബാലൻസിങ്ങിൽ വരുമെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴില്ല, കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലൊരു മാറ്റം ഉണ്ടാകും. ഒരു 8 മാസമാണ് ഇവിടെ കാണുന്നത്. 8 മാസത്തിനുള്ളിൽ നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റിൽ വരുന്നതാണ്. ഓക്കെ, നിങ്ങൾ അഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൽ ഒരു മാറ്റം എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകും. ഓക്കെ, 3 നമ്പർ ജൂപ്പിറ്ററിൻ്റെ റെമഡി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു തടസ്സങ്ങൾ മാറി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതാണ്. ഓക്കെ, ജൂപ്പിറ്ററിൻ്റെ റെമഡി നിങ്ങൾ ചെയ്യുക, മാറ്റമുണ്ടാകും. ഓക്കെ, നമുക്ക് നോക്കാം റീയൂണിയൻ ഉണ്ടാകുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. റീയൂണിയൻ എന്ന് പറയുമ്പോൾ സന്തോഷത്തോടു കൂടെ തന്നെ, ജസ്റ്റ് ഒന്ന് മിണ്ടി സംസാരിച്ച് പോകുന്നതല്ല, കണ്ടിന്യൂസ് ആയിട്ട് പഴയതുപോലെ തന്നെ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുമോ എന്നുള്ളത് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ജസ്റ്റ് കോളോ മെസ്സേജോ അല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് തുടർന്ന് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ അത് ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുമോ? നല്ല രീതിയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം കാർഡ്സ് എടുക്കുക. താങ്ക് യു യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ അത് ശക്തമേറിയ എനർജിയിൽ ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ്ങിനായി സമർപ്പിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങളുടെ ഇടയിൽ ഒരു റീയൂണിയൻ, തീർച്ചയായിട്ടും സ്റ്റേബിൾ ആയിട്ടുള്ള റീയൂണിയൻ തന്നെയാണ് ഉള്ളത്. കാരണം ഇത് വീട്ടുകാരും തേർഡ് പാർട്ടിയും ഒക്കെ ചർച്ച ചെയ്ത് ഉണ്ടാകുന്ന ഒരു റീയൂണിയൻ ആണ്. അപ്പോൾ സ്റ്റേബിളായിട്ട് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്. ഓക്കെ, ഹാങ്ഡ് സിറ്റുവേഷനാണ്. അവയർനെസ് വരുന്നുണ്ട്. യൂണിവേഴ്സിൽ നിന്നുള്ളൊരു അവയർനെസ് തന്നെയാണ്. എല്ലാ കാര്യങ്ങളും ബാലൻസ് വരും. ഓക്കെ, നിങ്ങൾ കാത്തിരിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് പൂർണ്ണതയിൽ എത്തുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇതും അതുപോലെ തന്നെയാണ്. ഇത് വളരെ പ്രണയത്തോടു കൂടിയാണ് വരുന്നത്. ഇത് അവരുടെ മനസ്സിൻ്റെ ഇഷ്ടമാണ് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. മറ്റൊരാളിൻ്റെയും ഉപദേശത്തിന് വേണ്ടി അവർ കാത്തു നിൽക്കുന്നില്ല. അവരുടെ മനസ്സിൽ നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ വേണം. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് അവർ വന്നു ചേരുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു തേർഡ് പാർട്ടിയുടെ സമ്മതം കൂടി ചോദിച്ചിട്ടായിരിക്കും നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ഇവിടെ നടക്കുന്നത്. ഓക്കെ, റീയൂണിയൻ നടക്കില്ല എന്നല്ല, റീയൂണിയൻ നടക്കും. അവയർനെസ് ഉണ്ട്. അവർ ചിന്തിക്കുന്നുണ്ട് തേർഡ് പാർട്ടിയുമായിട്ട് സംസാരിക്കണമെന്ന്. തേർഡ് പാർട്ടിയിൽ ചില വ്യക്തികൾ മാത്രം
നെഗറ്റീവ് വ്യക്തികളുണ്ട്. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ചില നെഗറ്റിവിറ്റീസ് വരുമെങ്കിലും യൂണിവേഴ്സ് ഇവിടെ പ്രവർത്തിക്കും, നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് അവയർനെസ് കൊടുക്കും. ഓക്കെ, തേർഡ് പാർട്ടി എതിര് പറഞ്ഞിരുന്നാലും യൂണിവേഴ്സ് ഇവിടെ സപ്പോർട്ട് കൊടുക്കും എന്നുള്ളതാണ്. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. ഇവിടെ മറ്റൊന്നുമല്ല, അവർ തന്നെ തീരുമാനമെടുക്കും. നിങ്ങളുമായിട്ട് ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കൂടുതലും ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങൾക്കാണ് വാല്യുബിൾ ആയിട്ട് ഉള്ളത്. ഇവിടെ പ്രണയത്തിനാണ് കൂടുതലും വാല്യൂ കാണിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. ഇവിടെ തേർഡ് പാർട്ടിക്കും ഫിനാൻഷ്യലിനാണ് കൂടുതൽ പ്രസക്തി ഉള്ളത്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമില്ല എന്നല്ല, ഇവിടെ തേർഡ് പാർട്ടിക്കും പൈസയ്ക്കുമാണ് ഇവിടെ കൂടുതൽ വാല്യൂ. ഇവിടെ പ്രണയത്തിനാണ് കൂടുതൽ വാല്യൂ കാണിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. 5 ഓഫ് സോഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അവരെ ഇതുവരെയും ചില തേർഡ് പാർട്ടികൾ അതും ഇതും പറയാൻ ശ്രമിക്കും, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർക്കാൻ അവർ ശ്രമിക്കും. ഇവിടെയും തേർഡ് പാർട്ടി ഉണ്ട്. തേർഡ് പാർട്ടി സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ലവ് തേർഡ് പാർട്ടി ആയിരിക്കാം. എങ്കിൽ പോലും അവരുടെ വാക്കുകൾക്കല്ല, അവർ തീരുമാനമെടുക്കുന്നു എന്നാണ്. ഗോ വിത്ത് ഫ്ലോ, പോകട്ടെ എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ചാരിയറ്റ് കൂടി വന്നിരിക്കുന്നു. ഓക്കെ, ഒരു സന്തോഷത്തോടു കൂടിയുള്ളൊരു യാത്ര തന്നെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ മറ്റുള്ളവർ എന്ത് പറയുന്നു അതൊന്നും അവർ ബോധേഡാകില്ല. കാരണം അവരിവിടെ പ്രണയത്തിനാണ് കൂടുതൽ വാല്യൂ കൊടുക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു ആക്ഷൻ എടുത്ത് വരുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ ഇച്ചിരി താമസിക്കും എനിക്ക് തോന്നുന്നു. ഇത് ഒരു ലവ് ചിഹ്നത്തിൻ്റെ വന്നില്ല, തേർഡ് പാർട്ടിയുടെ പെയിൻ സിറ്റുവേഷൻ വന്നില്ല നേരത്തെ എടുത്തതിൽ, അതിൻ്റെ ഒരു എനർജി ആയിരിക്കും ഇത് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിങ്. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.